വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇതൊരു പാർട്ട് ബി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് ഇതിൻ്റെ പാർട്ട് എ 2023 ഉപ്പുമുളകും എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ പാർട്ട് എയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2024 ഉപ്പുമുളകിൽ വരാനിരിക്കുന്ന കുറച്ച് വലിയ മാറ്റങ്ങളും വലിയ അപ്ഡേറ്റുകളൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോബബ്ലി ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും 2023. 2023 ഉപ്പുമുളകം എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2024 വരാനിരിക്കുന്ന വർഷത്തിലെ മെയിൻ അപ്ഡേറ്റുകളും മെയിൻ ഈവൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ന്യൂ ഇയർ ദിവസത്തെ എപ്പിസോഡിനെ കുറിച്ച് തന്നെയാണ്. 2024 ഫസ്റ്റ് എപ്പിസോഡ് ജനുവരി 1 തന്നെ തിങ്കളാഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് പടവലം എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് ഉപ്പുമുളകും ഫാമിലി ഫുള്ളായിട്ട് പടവലം തറവാട്ടിൽ പോയിരുന്നിട്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് പടവലം എപ്പിസോഡ് സീസൺ 2 കാണിച്ചിട്ടുള്ളത് ആ ഒരു ഓണം സെലിബ്രേഷൻ എപ്പിസോഡിൽ ഫുൾ ഫാമിലി ആയിട്ടുള്ളപ്പോഴാണ്. അല്ലാണ്ട് ഒരു നോർമൽ എപ്പിസോഡിൽ ഇതുവരെ പടവലം എപ്പിസോഡ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ 2024 സ്റ്റാർട്ട് ആവുന്നത് തന്നെ ഈ ഒരു പടവലം എപ്പിസോഡോട് കൂടിയാണ്. ഒരു 2-3 എപ്പിസോഡുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പടവലം തറവാട്ടിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഒരു വലിയൊരു സർപ്രൈസുമായിട്ട് തന്നെയാണ് ഉപ്പുമുളകും ടീം 2024 നമുക്ക് തരുന്നത് ഉപ്പുമുളകിന്. ഇനി അടുത്തത് ജാനുവരിയിൽ മെയിൻ വരാനിരിക്കുന്ന അപ്ഡേറ്റ് അത് സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രി തന്നെയാണ്. അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയതുമാണ്. ഇപ്പോൾ ഈ ജാനുവരിയിൽ സിദ്ധു ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരും. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അതൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ പറയുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ജാനുവരിയിൽ സിദ്ധു തിരിച്ചു വരുന്നതാണ്. 2023 തന്നെ ഡയറക്ടർ മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2024 ഫുള്ളായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് രാജേഷ് ഏട്ടൻ തന്നെയായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ തന്നെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, രാജേഷ് ഏട്ടനാണോ അടിപൊളി ഡയറക്ടർ അല്ലെങ്കിൽ ഉണ്ണിസാറായിരുന്നു ഉപ്പുമുളകിൽ ബെറ്റർ ഡയറക്ടർ എന്നതിനെ കുറിച്ച്. പക്ഷേ അതിൽ ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും പറഞ്ഞത് രാജേഷ് ഏട്ടൻ്റെ പേര് തന്നെയാണ്. കാരണം അവർക്ക് അത്രത്തോളം ഇപ്പോൾ വരുന്ന എപ്പിസോഡുകൾ ഇഷ്ടമാകുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് ഉണ്ണിസാറിൻ്റെ എപ്പിസോഡ് മോശമായി എന്നല്ല, രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റീസ് എപ്പിസോഡുകളിലുണ്ട്. ഏതായാലും ഇനി 24 ഫുള്ളായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം രാജേഷ് ഏട്ടൻ തന്നെയായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ 2024 നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീ എൻട്രി അത് മുടിയൻ്റെ തന്നെയാണ്. നമ്മുടെ സംവിധായകൻ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന രാജേഷ് ഏട്ടൻ തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത്, മുടിയൻ വരും പക്ഷേ ലേറ്റ് ആവും എന്നുള്ളത്. ആ ഒരു ലേറ്റ് ഒരുപാടൊന്നും ആവാതെ ഈ 2024 തന്നെ മുടിയൻ്റെ ഒരു റീ എൻട്രി എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ടായാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. കാരണം ഇപ്പോൾ ആ ഒരു കുറവ് മാത്രമേ ഇപ്പോൾ മുളകിനുള്ളൂ. പിന്നെ നമ്മൾ ഈ 2023 നിന്നും 24 ഈ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2023 ഈ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഉപ്പുമുളകിൽ വളരെ കുറവായിരുന്നു. അതായത് പടവലത്തെയോ നെയ്യാറ്റിൻകരത്തെയോ ഒക്കെ ഫാമിലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു നോർമൽ എപ്പിസോഡിൽ കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ കുറവായിരുന്നു. നെയ്യാറ്റിൻകരത്തെ എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നതന്നെയില്ല. അപ്പം നമ്മൾ ഈ 2024 എക്സ്പെക്ട് ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലുള്ള ആ തറവാട്ടിൽ പോയിട്ടുള്ള ഒരു എപ്പിസോഡുകളും നെയ്യാറ്റിൻകരത്തെ ഫാമിലി ആയിട്ടുള്ള എപ്പിസോഡുകളും അങ്ങനത്തെ എപ്പിസോഡുകളൊക്കെ നമ്മൾ ഈ 2024 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ 2024 എന്നുള്ളൊരു വർഷം ഉപ്പുമുളകിൽ ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം ഉപ്പുമുളകും ബേസ് ചെയ്തിട്ട് വരാനിരിക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും ഉടനെ തന്നെ നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2023 ഈ അവസാനത്തെ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.